എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് 4-ാമത്തെ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വൈഡൂര്യകൃതസോപാനാം വാപ്യ ഉൽപ്പലമാലിനീം പ്രാപ്താം കിം പുരുഷൈർദൃഷ്ട്വാ സ ആരാധദൃശുർവടം സയോജന ശതയോധേദഃ പാദോ ന വിടപായദഹാം പര്യകൃതാം ജലച്ചായോ നിർനീഡസ്താപവർജിതഃ തസ്മിൻ മഹായോഗമയേ വിമുക്ഷോ ശരണേ സുരാം ദദൃശു ശിവമാസീനം തെക്വാമർഷേമിവാന്തകം സനന്ദനാദേർമഹാസിദ്ധേ ശാന്തേ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാജ ഭർത്രാ ഗുഹ്യകരക്ഷസാം വിദ്യാതപോ യോഗപദമാസ്ഥിതം ദമതീശ്വരം ചരന്തം വിശ്വസുഹൃദം വാത്സല്യാലോകമംഗളം ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സദ്യാഭ്രരുജാം ചന്ദ്രലേഖാം ച വിഭ്രതം ഉപവിഷ്ടം ദർഭമയ്യാം ഭ്രസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം കൃത്വോരൗ ദക്ഷിണേ സവ്യം പാദപത്മം ജജാനുനീം ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാമാസീനം തർക്കമുദ്രയാം തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം യുപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകബാലാം മുനയോ മനൂന ആദ്യം മനും പ്രാഞ്ജലയ പ്രണേമോം സദൂപലഭ്യ ഗതമാത്മയോനിം സുരാസുരേശൈരഭിവന്ദിതാംഗൃഹി ഉദ്ദായ ചക്രേ ശിരസാഭിവന്ദന അർഹത്തമക്കസ്യ യദൈവ വിഷ്ണുഃ തദാപരേ സിദ്ധഗണാമകർഷിഭിം രേവൈ സമന്താദനുനീലലോഹിതം നമസ്കൃത പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം രഹസന്നിവാത്മഭോം ബ്രഹ്മോവാചാം ജാനേ ത്വമീശം വിശ്വസ്യ ജഗദോ യോനിബീജയോം ശക്തേ ശിവസ്യ ച പരാം യത്തത് ബ്രഹ്മ നിരന്തരം ത്വമേവ ഭഗവന്നേത ശിവശക്ത്യോ സ്വരൂപയോ വിശ്വം സൃജസി ഭാസ്യസി ക്രീഡന്നൂർണപടോ യഥാം ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ വസിതാശ്ച സേതവോ യാൻ ബ്രാഹ്മണാം ശ്രദ്ധദേ ധൃതവൃതാഃ ത്വം കർമ്മണാം മംഗളമംഗളാനാം കർത്തൃസ്മലോകം ധനുഷേ സ്വപരം വാം അമംഗളാനാം ച തമിസ്രമുൽബണം വിപര്യയജ്ഞേന തദേവ കസ്യചേത് ന വൈ സദാം തച്ചരണാർപ്പിതാത്മനാം ഭൂതേഷു സർവേഷു അഭിപശ്യതാം തവാം ഭൂതാനി ചാത്മന്യ പൃഥഗ്ദിദിർഷതാം പ്രായേണ രോഷോഭി ഭവേദ്യതാപശോം പൃഥഗ്ധിയ കർമ്മ ദൃശോ ദുരാശയാം പരോദയാനാർപ്പിത ഹൃദ്രുജോനിശം പരാന്തുരുക്ത്രേ വിദുതന്ത്യരുന്ദതാം തന്മാം വദീദേവ വദാൻ ഭവദ്യുതഃ യസ്മിൻ യഥാ പുഷ്കരനാഭമായയാം ദുരന്തയാം സ്പൃഷ്ടധിയ പൃഥഗ്ദൃശാം കുർവന്തി തത്ര ഹനുകമ്പയാ കൃപാം ന സാധവോ ദൈവ ബലാത്കൃതേ ക്രമം ഭവാംസ്തു പുംസാം പരമസ്യ മായയാം ദുരന്തയാ സ്പൃഷ്ടമതിസമസ്തദൃ തയാ ഹതാത്മ സ്വനുകർമ്മ ചേദഹാം സ്വനുഗ്രഹം കർത്തൃമിഹാർഹസി പ്രഭോ കുർവന്ധ്വരസ്യോദരണം ഹതസ്യ ഭോം സ്ത്വയാ സമാപ്തസ്യ മനോ പ്രജാപദേഹ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദോം കുയജ്ജിനോ യേന മഗോ നിനീയതേ ജീവദാധ്യാജമാനോയം പ്രപദ്യേ ദാക്ഷിണീം ഭഗഃ ഭൃഗോസ്മസ്ത്രൂണി രോഖന്തോ പുഷ്ണോ ദന്താശ്ച പൂർവവത്
ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്തുജാം ജായുധസ്മഭി ഭഗവദനുഗ്രഹീതാനാം ആശുമന്യോസ്ത്വനാതുരം യേശതേ രുദ്രഭോഗസ്തു യദുച്ഛിഷ്ടോദരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ രുദ്രസാന്ത്വനം നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി വായിച്ചതിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ എവിടെ എത്തിയതാണ്? അപ്പോൾ ഈ ദക്ഷൻ്റെ അനുയായികൾ എല്ലാവരും കൂടി ശിവനെ കാണാൻ വരികയാണ്. ബ്രഹ്മാവ് പറഞ്ഞിട്ട് ശിവനോട് മാപ്പ് പറയാൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അവരെവിടേക്കൂടി വന്നു? കൈലാസത്തിലേക്ക് വന്നതോടുകൂടി തന്നെ അവരുടെ എല്ലാ നെഗറ്റിവിറ്റിയും പോയി. അവർ വളരെയധികം വിനയമുള്ളവരായി തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ ശിവൻ അവിടെ തപസ്സിരിക്കുന്നതായിട്ട് കാണുകയാണ്. നമ്മൾ ശിവനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഈ ഒരു കാര്യം ഒരു കാര്യം ചെയ്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമ്മുടെ ആഗ്രഹം സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശിവനെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല. ശിവൻ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ അനുകരിക്കണം. അതുപോലെ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർ ഈശ്വരനായി മാറിയതും അവർ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകും വിധം, നമുക്ക് ആശ്രയമാകും വിധം അവർ മാറിയത്. അപ്പോൾ നമ്മളെപ്പോഴും അവരെ അനുകരിക്കുക കൂടി ചെയ്യണം. അത് ജീവിതത്തിൽ പകർത്തും വേണം. അപ്പം ഞാനെപ്പോഴും എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഗുരു എന്ത് പറഞ്ഞു തരുന്നു അതെല്ലാം ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കും. അവരുടെ ആഹാര രീതികൾ വരെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഗുരു എന്താണ് എന്നോട് പറയുന്നത് അതങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും. അതും എൻ്റെ ജീവിതത്തിൽ പകർത്തും. അതുകൊണ്ടാണ് എനിക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുപോലെ എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ ഇത് പറയുന്നത്. കുറച്ചൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൂടി ഇടയ്ക്ക് പറയുന്നത് അതിനു വേണ്ടിയാണ്. അപ്പം എനിക്കതുകൊണ്ട് ഗുണം ഉണ്ടായി, അപ്പം നിങ്ങൾക്ക് കൂടി അതുകൊണ്ട് ഗുണം ഉണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, ലോകത്തിൽ എത്രയോ മഹാന്മാർക്ക് ഭാഗവതം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാവർക്കും ഉണ്ടാവണം എന്ന് വെച്ചാണ്. വെറുതെ ഇതിപ്പോൾ ഒരു പാട്ട് കേട്ട് വിടുക അതുപോലെയല്ല. നമ്മളൊരു പാട്ട് കേൾക്കണു, ആസ്വദിക്കണു, വിടണു, അങ്ങനെ ആവരുത്. ഇതെന്ന് പറയുന്നത്, ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ ആ പറഞ്ഞതൊക്കെ കേട്ട് നമ്മൾ അനുകരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കണക്ക് പഠിച്ചു, അല്ലെങ്കിൽ മാഷ് എന്തൊക്കെയാണ് പറയുന്നതൊക്കെ കേട്ടു, അത് കഴിഞ്ഞാൽ അങ്ങനെ പരീക്ഷയ്ക്ക് പോയാൽ നമ്മൾ പാസ്സാവില്ല. ശരിയല്ലേ? മാഷ് ഒരു ഉപകരണം മാത്രമാണ്, നമ്മളാണ് ചെയ്യേണ്ടത് മുഴുവൻ. നമ്മൾ വീട്ടിൽ വന്നിരുന്ന് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാലേ നമ്മൾ പാസ്സാവുള്ളൂ. അതുപോലെ നമ്മൾ ഇത് ശരിക്കും ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടാലേ നമ്മുടെ കാര്യം സാധിക്കുള്ളൂ. അപ്പം ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒരു വഴിപാട് നേർന്നു എന്നിട്ട് നമ്മൾ കാര്യം സാധിക്കണം പറഞ്ഞ് സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. ശിവനെ തന്നെ ആദ്യം നോക്കൂ. ശിവനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ശിവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇപ്പം ദക്ഷന് ശിവനെ തീരെ മനസ്സിലായില്ല. അപ്പം അദ്ദേഹം എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ആൽവൃക്ഷത്തിന്റെ ചൂട്ടിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്? തപസ് ചെയ്യുകയാണ്. ഏതു സമയത്തും തപസ്. ആ മെഡിറ്റേഷൻ കൊണ്ടാണ് അദ്ദേഹത്തിന് എനർജി കിട്ടുന്നത്. എങ്ങനെയായിരുന്നു അവിടെ എങ്ങനെയുള്ള സ്ഥലമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് നോക്കൂ. സ യോജന ശതോത്സേത പാദോന വിടവായത പര്യകൃതാചലച്ചായോ നിർണീട സ്ഥാപവർജിത. ഈ 25 യോജന വിസ്താരം 100 യോജന മുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ആൽവൃക്ഷത്തിന്റെ ചോട്ടിൽ പോയി നിന്നാൽ തന്നെ, ആൽവൃക്ഷത്തിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. ആ ആൽവൃക്ഷത്തിന്റെ ചോട്ടിൽ പോയി നിന്നാൽ തന്നെ എന്തായി എന്നാ പറയുന്നത്? നമുക്ക് പിന്നെ നിങ്ങൾ അതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അമ്പലങ്ങളിലൊക്കെ പോയാൽ വെറുതെ തൊഴുതുകൊണ്ട് പുറത്ത് വരരുത്. ആ അമ്പലത്തിൽ പോയാൽ ഒരു ആൽവൃക്ഷം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ആ ആൽവൃക്ഷത്തിന്റെ ചോട്ടിൽ ഒരു 5 or 10 മിനിറ്റ് ഇരുന്ന് നോക്കൂ. ചില അമ്പലങ്ങളിലൊക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പം എങ്കിലും അവിടെ പോവുക. കഴിയുന്നതും തിരക്ക് കുറഞ്ഞ അമ്പലങ്ങളിൽ പോണതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ആയിരിക്കും നമുക്ക് ശാന്തമായിരുന്നു ധ്യാനിക്കാനൊക്കെ പറ്റും. അപ്പോൾ അവിടെ ഇരുന്ന് ആ ആൽവൃക്ഷത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ ടെൻഷനും മാറും എന്നുള്ളത് ഞാൻ 100% ഉറപ്പ് തരുന്നു. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ?
നിർണീട താപവർജിത. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥമുണ്ട് അല്ലെ. 3 തരത്തിലുള്ള താപങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികം എന്ന് പറഞ്ഞ് 3 തരം താപം. ഈ 3 തരം താപവർജിതമായിട്ടുള്ള സ്ഥലമായിരുന്നു ആൽവൃക്ഷം. അതിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടാണ് ആര് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ശിവഭഗവാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുക, മെഡിറ്റേഷൻ ഇങ്ങനെ വെച്ചുകൊണ്ട്. കയ്യ് അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് തർക്കമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര, അങ്ങനെ പല മുദ്രകളുണ്ട്. അതിലിരുന്നു കൊണ്ട് ഓം ചെയ്ത് ഒടുവ് അദ്ദേഹം ശാന്തിയായി, ശാന്തമായൊരു അവസ്ഥയിലേക്ക് അവരെത്തി. അപ്പോൾ കണ്ടില്ലേ, ബാഹും പ്രകോഷ്ഠേ അക്ഷമാലാം ആസീനം തർക്കമുദ്രയാം. അപ്പോൾ ജാനുനി, അതായത് പാദ പത്മം ജാനുനി, പത്മാസനത്തിൽ ഇരിക്കുക എന്ന് പറയും. വലത് കാലം എടുത്ത് ഇടത് തൊടണ മുകളിലും ഈ കാല് ഈ വലതേ തൊടട മുകളിലും ചമ്രം പടിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ ഈ കാലുകൾ അങ്ങനെ വെച്ചിട്ട് പത്മാസനമുണ്ട്. അപ്പോൾ ആ ഭഗവാൻ ശിവന്റെ ഇരിപ്പ് ഫോട്ടോത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ശിവന്റെ ഫോട്ടോത്തിൽ കാണാൻ പറ്റും അല്ലേ. അദ്ദേഹം അങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല പല കാര്യങ്ങൾ നോക്കൂ. അദ്ദേഹം ഈ അമൃത് നേടാൻ വേണ്ടി ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് അമൃത് പൊങ്ങി വരുന്നതിന് മുമ്പായിട്ട് കാളകൂട വിഷം പൊങ്ങി വന്നു. ആ കാളകൂട വിഷം ഭൂമിയിൽ വീണാലേ എല്ലാവരും നശിക്കും എന്ന് പറഞ്ഞപ്പോൾ ശിവൻ എന്ത് പറഞ്ഞു? മറ്റുള്ളവരാരും നശിക്കണ്ട, ഞാൻ ഒരാൾ നശിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കാളകൂട വിഷത്തെ പാനം ചെയ്തു. അതിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ത്യാഗബുദ്ധി മനസ്സിലാക്കണം. അപ്പം അതുപോലെ ആവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശിവനെ ഓം നമഃശിവായ എന്ന് പറഞ്ഞിങ്ങനെ തൊഴുക എന്നല്ലാതെ വേറെ അത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും അത് കിട്ടാത്തതും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. രാവിലെ ശിവഭക്തനാണെങ്കിലോ ഏത് ഭക്തനാണെങ്കിലും രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് ഈ ശിവൻ ചെയ്യുന്നത് പോലെയുള്ളത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ ശാന്തി എന്നാണ് എല്ലാ ഫോട്ടോത്തിലും കാണിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ കാണിക്കില്ലേ. അതാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് ശാന്തി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് പോലെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം നോക്കൂ, എന്തെങ്കിലും ഒരു ചെറിയ ലളിതമായ വസ്ത്രം, ഭസ്മം പൂശി അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അത് ഇതൊക്കെ ഞാൻ കുറെ പറഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശിവനെ നമ്മൾ മനസ്സിലാക്കാൻ. ശിവൻ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിഭത് ഭാവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിഷം പാനം ചെയ്ത ആളാണ്. നമ്മൾ ചെയ്യുമോ അങ്ങനെ? മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വിഷം പുറത്തു കൊണ്ടുപോയി നമ്മൾ തട്ടും അല്ലേ. നമ്മുടെ എന്താ പറയുക, ഈ പ്ലാസ്റ്റിക്കും ചപ്പുചവറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റോഡിൽ കൊണ്ട് കളയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കുന്നവർ, മറ്റുള്ളവർ എങ്ങനെയോ പൊക്കോട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ശിവൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും വേണ്ടി സ്വയം മരിക്കാൻ വരെ തയ്യാറായ ഒരു ദേവനാണ് ശിവൻ. അദ്ദേഹത്തെ ഒരു ഗുരുവാണ് അദ്ദേഹത്തെ നമ്മൾ അനുകരിക്കുക. അങ്ങനെ അനുകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ശക്തി കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിവനെ അനുകരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ചെയ്തു നോക്കൂ. ഒരു 41 ദിവസം നിങ്ങൾ ശിവൻ ചെയ്യുന്നത് പോലെ മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം? പ്രശാന്ത സുന്ദരമായ സ്ഥലം. വീട്ടിലായാലും നമ്മൾ അധികം ഡിസ്റ്റർബൻസസ് ഇല്ലാത്ത ഒരു വീടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടതേ. അത് എപ്പോഴാ സമയം, അതാണ് പ്രത്യേകത. നമുക്കിപ്പോൾ ആലും ചൂട്ടിലൊന്നും പോയിരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് രാവിലെ നേരത്തെ ഒരു 4 മണിക്കോ 5 മണിക്കൊക്കെ എണീച്ചിരുന്നുകൊണ്ട് ധ്യാനം ചെയ്യാം. ആ സമയം കുറച്ച് പ്രശാന്ത ആയിരിക്കും, കുറച്ച് സൈലന്റ് ആയിട്ടുള്ള സമയമായിരിക്കും. ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയില്ലേ, അവിടെ ആ സമയത്ത് അങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യാം. പിന്നെ അദ്ദേഹം ഇങ്ങനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും വന്നു, ബ്രഹ്മാവൊക്കെ വന്നു, അങ്ങനെ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹം മെല്ലെ കണ്ണു തുറന്നു. എന്നിട്ട് അദ്ദേഹം അവരെയൊക്കെ നോക്കി. ഇപ്പൊ ആരാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് നോക്കൂ. തൻ്റെ ഭാര്യയുടെ നാശത്തിന്, ദേഹത്യാഗത്തിന് കാരണമായവരാണ് വന്ന് നിൽക്കുന്നത്. പക്ഷെ ശിവന് ആ ഭാവമേ ഉണ്ടായി. നമ്മൾക്കാണെങ്കിൽ പറ്റുമോ അല്ലേ? അപ്പൊ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ച് നമ്മുടെ ഭാര്യയുടെ കൊലപാതകത്തിനൊക്കെ കാരണമായി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ കൊല്ലാതിരിക്കില്ല. അത്രയ്ക്ക് പ്രതികാരമായിരിക്കും നമുക്ക് അല്ലേ. അപ്പൊ അവർക്കവിടെ, ഇവിടെ ശിവനല്ല ചെയ്തതെങ്കിൽ അവർക്ക് അവിടെ നാശം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതാ പറയുന്നത്, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പ്രകൃതി തന്നെ അതൊക്കെ ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ആ ശാന്തമായ ഭാവം, ശിവൻ എപ്പോഴും അത്തരത്തിലുള്ള ഒരു ഭാവമായിരുന്നു. ശാന്തമായ ഭാവം, തപസ്സിന്റെ ഭാവം, ലളിതമായ ജീവിതം. അത് നമ്മൾ ശിവനിൽ നിന്നാണ് പഠിക്കേണ്ടത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം? വളരെ ലളിതമായ ജീവിതം, ആഡംബരങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണല്ലോ ദക്ഷന് കണ്ണിൽ പിടിക്കാതിരുന്നത്. ദക്ഷന് തൻ്റെ
മരുമകൻ പോരാന്ന് തോന്നാൻ കാരണം എന്താ? ചുടല ഭസ്മം പൂശി മൃഗത്തോലും ഒക്കെ ഉടുത്തിങ്ങനെ നടക്കുന്നു, പട്ടുവസ്ത്രങ്ങളില്ല, ആഭരണങ്ങളില്ല. ഇതൊക്കെയാണ് ശിവനിൽ കണ്ട ദോഷങ്ങൾ. പിന്നെ അഹങ്കാരമില്ല, പൊങ്ങച്ചമില്ല, ഇതൊക്കെയാണ് ദോഷങ്ങളായിട്ട് കാണുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഡംബരങ്ങളുണ്ടോ, അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടോ, എല്ലാം വസ്ത്രങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ ഒരാളെ അളക്കുന്നത്. വസ്ത്രത്തിലൂടെയും ആഡംബരത്തിലൂടെയാണ്. അങ്ങനെയല്ല ശിവൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ഇതൊക്കെ പഠിച്ചു എല്ലാം ചെയ്താലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശിവനെ അനുകരിക്കുക എന്നുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ ഭഗവാന്റെ ആ മായയിൽ നിന്ന് നമുക്ക് മായയിൽ നിന്ന് മോചനം നേടി നമ്മൾ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ശിവനെ അനുകരിക്കണം. അപ്പൊ അനുകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവണം. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ കുറച്ച് പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിക്കാണ്ട് നമുക്കൊന്നും തന്നെ കിട്ടില്ല. എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ കുറെ പരിശ്രമിക്കണം, എന്നാലേ നമുക്ക് എല്ലാം കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പകർത്തുക, എന്നിട്ട് അതുപോലെ ആവാൻ, ശിവനെ പോലെ ആവാൻ ശ്രമിക്കുക. അദ്ദേഹം തന്നെ ദ്രോഹിച്ചവരോടുകൂടി എന്ത് ചെയ്തില്ല? ഒരു ദേഷ്യപ്പെട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിഷം പാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ അനുകരിക്കുക. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.